നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആരാണ് മോഹൻലാലിനെതിരെയും മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെതിരെയും മോശം പരാമർശങ്ങൾ നടത്തിയ മലയാളത്തിലെ യുവനടൻ? മസിൽമാനായ ഒരു നടൻ്റെ ചുറ്റുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കറങ്ങുന്നത്. മസിൽ പിരിപ്പിച്ചു കാട്ടി ചില സിനിമകളിൽ അഭിനയിച്ച് ചില സിനിമകൾ നന്നായി വിജയിക്കുകയും ചില സിനിമകളിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്ത നടൻ, സാക്ഷാൽ അയ്യപ്പനെ പോലും വെള്ളിത്തിരയിൽ കൊണ്ടുവരാൻ ധൈര്യം കാണിച്ച ആ നടനെതിരെയാണ് ഇപ്പോൾ പലരുടെയും തോക്കുകൾ തിരയുന്നത്. കാരണം ഈ നടനാണത്രയും മോഹൻലാലിനും അദ്ദേഹത്തിൻ്റെ മകനുമെതിരെ വളരെ മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ് മോഹൻലാൽ കേൾക്കുകയും മോഹൻലാലിൻ്റെ മകൻ കേൾക്കുകയും ഇതെല്ലാം വളരെ വിഷമം അദ്ദേഹത്തിനുണ്ടായി. അതിനുശേഷം അദ്ദേഹം അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഇനി താൻ ഇരിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോയി എന്നുമാണ് പറയപ്പെടുന്നത്. മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിനെതിരെ വളരെ പരസ്യമായ രീതിയിൽ ഇത്തരം വിമർശനങ്ങൾ നടത്തി. അത് പല വോയിസ് ക്ലിപ്പിംഗായി പല സിനിമാ സംബന്ധിയായ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും കറങ്ങി നടക്കുകയും അതെല്ലാം മോഹൻലാലും കുടുംബവും കൃത്യമായി കേൾക്കുകയും ചെയ്തതോടെ ഇനിയിപ്പോൾ ഇവന്മാരെ ഒന്നും നയിച്ചു കൊണ്ടുപോയിട്ടൊരു പ്രയോജനമില്ല, ഒരു തികഞ്ഞ നന്ദിയില്ലായ്മയാണ് ഇവരെല്ലാവരും കാണിക്കുന്നത് എന്നുള്ള നിലപാടിലേക്ക് മോഹൻലാലിൻ്റെ കുടുംബം എത്തിയത്രേ. അതുകൊണ്ട് ഇനി അമ്മയുടെ തലപ്പത്ത് ഇരിക്കേണ്ട എന്ന് മോഹൻലാൽ തീരുമാനിച്ചു. എന്തിനാണ് ഇവൻ്റെയൊക്കെ വാരിയിരിക്കുന്നത് കേട്ട് ഞാൻ ഈ തലപ്പത്തിരുന്ന് ഇവനെയൊക്കെ സേവിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് അത്രയും മോഹൻലാലിന് ഉണ്ടായത്. ഈ നടനെതിരെ മറ്റു പല ആരോപണങ്ങൾ, നിരന്തരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങുന്ന നടനാണത്രേ ഈ പ്രണവ് മോഹൻലാലിനെതിരെയും ഇത്തരം ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത്. ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു തല്ല് കേസ് വന്നു. അങ്ങനെ പല കേസുകളും, അതിനു മുമ്പ് ഒരു സ്ത്രീപീഡന കേസ് വന്നു. അങ്ങനെ നിരന്തരമായി കേസുകൾ ഈ നടനെതിരെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തുള്ളൊരു നടൻ അദ്ദേഹം ഇങ്ങനെ വളരെ മോശമായി എന്നുള്ള അഭിപ്രായ പ്രകടനം പ്രണവിനെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും നടത്തിയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം മോഹൻലാലിനെതിരെ പൊതുവേ അങ്ങനെ സിനിമാ രംഗത്ത് ആരും ഒരു പ്രതികരണം നടത്താറില്ല, വിമർശനങ്ങൾ നടത്താറില്ല, ആരും മോശമായിട്ട് തന്നെ സംസാരിക്കാറില്ല. കാരണം മോഹൻലാലിൻ്റെ വ്യക്തിത്വം അനുസരിച്ച് അദ്ദേഹം അതിന് ഇട കൊടുക്കാത്ത ആളാണ്. അതുമാത്രമല്ല, തൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ അദ്ദേഹം ഒരു പരിപാടിക്കുമില്ല, ആരെയും ഉപദ്രവിക്കാതെ ഒരു വഴിയിൽ കൂടെ, ഒരു സൈഡിൽ കൂടെ പോയി തനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങളും തനിക്കിഷ്ടപ്പെട്ട യാത്രകളും ചുറ്റുസഞ്ചാരവും ഒക്കെയായി, ഫോട്ടോഗ്രാഫിയും ഒക്കെയായി ജീവിതം കഴിക്കുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴും നിർബന്ധിച്ചാൽ മാത്രം സിനിമയിൽ അഭിനയിക്കുന്ന പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഈ നടൻ പറഞ്ഞത് ലാലിന് ഹൃദയവേദന ഉണ്ടാക്കി. എന്തിനാണ് തൻ്റെ മകനെക്കുറിച്ച് ഇത്ര മോശമായി പറഞ്ഞ്? ഇതെങ്ങനെ തനിക്ക് കേട്ടു നിൽക്കാൻ കഴിയും? ഏതായാലും ഇനി നിങ്ങളെ ഒന്നും നയിക്കാൻ ഞാനില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം അതിനുശേഷം എത്തിച്ചേർന്നു. എന്നാൽ പലരും മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്ന് പറഞ്ഞെങ്കിലും ബൈജുവിനെ പോലെയുള്ള ആളുകൾ വെറുതെ അങ്ങ് ഇരുന്നാൽ പോരെ, എന്തിനാ ഇത്ര കഷ്ടപ്പാടെന്ന് ചോദിച്ചപ്പോൾ തന്നെ മോഹൻലാൽ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. രാജിവെക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും, താൻ തന്നെ പാട് നോക്കാൻ ബൈജുവിനോട് മോഹൻലാൽ പറഞ്ഞു എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും അമ്മയുടെ യോഗത്തിൽ പങ്കെടുത്തവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും തൻ്റെ മകനെതിരെ ഈ മസിൽമാനായ യുവനടൻ ഉയർത്തിയ ആരോപണങ്ങൾ മോഹൻലാലിനെ നല്ലവണ്ണം വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രചരണങ്ങളിലോ അല്ലെങ്കിൽ ഒരു വിവാദങ്ങളിലോ തലയിടാത്ത പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ഇങ്ങനെ എന്തിനാണ് ഇത്ര മോശമായി പറഞ്ഞത് എന്ന് മോഹൻലാലിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ മനസ്സിലാകുന്നില്ല. അത് തന്നെ കുടുംബം ഇടപെട്ട് ഇനി അമ്മയെ പോലുള്ള സംഘടന നയിക്കേണ്ടതും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി സിനിമകളിൽ അഭിനയിച്ച് പോയാൽ മതിയെന്നും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അഭിപ്രായം പറഞ്ഞു. എന്നാലും മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതിൽ അമ്മയിലെ പ്രത്യേകിച്ച് പ്രായം തങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഈ കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായി നടന്നു പോകുന്നത് മോഹൻലാലിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മോഹൻലാൽ മാറിയാൽ തങ്ങളുടെ ഈ കൈനീട്ടമെല്ലാം മുടങ്ങി പോകുമെന്നുള്ള ഒരു ഭയം ഈ അമ്മയിലെ മുതിർന്ന, ഇപ്പോൾ സിനിമകളൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന നടന്മാർക്കും നടികൾക്കുമുണ്ട്. എന്നാൽ അവർക്കെല്ലാം മോഹൻലാൽ ഉറപ്പ് കൊടുത്തു, ഒരു കാരണവശാലും നിങ്ങളുടെ കൈനീട്ടമൊന്നും മുടങ്ങില്ല, നിങ്ങളുടെ ഇൻഷുറൻസ് അങ്ങനെയൊന്നും മുടങ്ങില്ല, ഞാൻ പുറത്തുനിന്ന് സഹായിക്കുന്നതാവും, ഏതായാലും അമ്മയുടെ നേതൃത്വത്തിൽ ഞാനില്ല എന്ന് മാത്രമേ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൈനീട്ടം തരാനും നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണമെല്ലാം അമ്മ നേരത്തെ തന്നെ ഭദ്രമായി ബാങ്കിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയും അദ്ദേഹം അവർക്ക് നൽകി. ഏതായാലും മോഹൻലാൽ ഇനി അമ്മയുടെ തലപ്പത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിനെതിരെയും ഈ യുവനടൻ മസൽമാൻ നടത്തിയ വളരെ മോശം പരാമർശങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ അമ്മയുടെ തലപ്പത്ത് നിന്ന് മാറുന്നതെന്നാണ് മോഹൻലാലുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോഴും കൃത്യമായി പറയുന്നത്.